ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. നമ്മുടെ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന പടം വരും 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 ഇന്ന് വരും നാളെ വരും മറ്റന്നാളെ വരും വർഷങ്ങളായിട്ടും വന്നിട്ടില്ല. മൂപ്പരാണെങ്കിൽ മമ്മൂക്കിനെ വെച്ചൊരു പടം ചെയ്ത് ഇയാളെ ചെയ്തു. ആരെ? വിക്രമിനെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് വീര ധീര സൂരൻ എന്ന് പറഞ്ഞുള്ള സിനിമയുടെ പല അപ്ഡേറ്റുകൾ വന്നത്, ചില ഒന്നോ രണ്ടോ ഗ്ലിംസുകൾ വന്നത്. പൊളി സാധനമായിരുന്നു. എന്തായാലും ടീസർ വന്നിട്ടുണ്ട്. ചിയാൻ വിക്രം ദ മാൻ. ലെറ്റ്സ് വാച്ച്. റെഡി? ഒരു മിനിറ്റ്, ചെറിയൊരു പാടലായിട്ടോ, ഒന്നും കൂടെ ഇടാം. റെഡി? போட்டணும் படக்கம் போட்டுருங்க. கடையில யாருங்க? நாங்கங்க. ஏங்க? என்னங்க? என்ன வேணும்? சோடா பாக்கெட். என்ன போலீஸ் கண்டா என்ன? ஓ. என்னடா மறைக்கிறா? என்னடா? இந்த கேஸ் மாதிரி கிடையாது. இன்னைக்கு மிஸ் ஆச்சுன்னா லைஃப் டைம் மிஸ். ஓ. ஆஃப் அன் அவர் சீல் பண்ணுங்க. இங்க இருந்து ₹1 வெளியே போக கூடாது. ஐ வாண்ட் ஹிம் டெட். முடிச்சிரேன்டா அன்னைக்கு. ஓ வா முடிச்சிரேன். ஓ. வேண்டா, மிஸ் போயிரு. அதான் உனக்கு நல்லது. ஓ. എന്റെ അമ്മോ. എന്റെ അമ്മോ. ജനുവരി 2025. ബിജിഎം ഒരു രക്ഷയില്ല കേട്ടോ. JV പ്രകാശാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ആൻഡ് നമ്മുടെ ചെക്കന്റെ സ്ക്രീൻ പ്രസൻസ്, അയ്യോ പൊളി സാധനം. എനിക്ക് വീര ധീര സൂര എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു മാസ് സാധനം അതിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ സൗണ്ട് മിക്സിങ് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ചെവിയിൽ ഇങ്ങനെ മുഴങ്ങെന്ന് പറയില്ല, അത്തരത്തിലുള്ള സാധനങ്ങൾ വളരെ റെയർ ആയിട്ടാണ് കിട്ടുക. നമ്മൾ ഈ ഇത്തരം മാസ് പടങ്ങളിൽ കൂടുതലായിട്ട് നമുക്കത് വേണം. അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ SJ ക്യാരക്ടറിനോട് വിക്രം പറയുന്ന സംഭവം, വേണടാ പേസാൻ പോയിട്, അതാ ഉനക്ക് നല്ലതെന്ന് പറയണത് വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ. അത് എന്താണ് ഭീഷണിപ്പെടുത്തുന്നല്ല, അത് ഒരു സാഹചര്യം തോണ്ടാൻ നിൽക്കണ്ട, കിട്ടും എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു ഡയലോഗില്. പിന്നെ അതിന്റെ കളറിങ്, നൈറ്റുള്ള വിഷ്വൽസ് എല്ലാം പൊളി. പിന്നെ സുരാജ് എനിക്ക് തമിഴിൽ എന്റെ ഓർമ്മയില്ല, തമിഴ് വേറെ പടം ചെയ്തതുപോലെ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ട് ഈ തമിഴിൽ ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഭയങ്കര ഗുണ്ടായിരിക്കും, എന്നാ ഭയങ്കര വിശ്വാസമായിരിക്കും, എന്നാ ഭയങ്കര അങ്ങനത്തെ ടൈപ്പ് ഒരു ക്യാരക്ടർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വില്ലൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇയാളുടെ കൂടെ നമ്മുടെ വിക്രമിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണോ എന്നുള്ള ഡൗട്ടും ഉണ്ട്. എന്തായാലും ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളി വന്നിട്ട് ആ പൊട്ടിക്കണതും സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ SJ സൂര്യ, ഓഫ്കോഴ്സ് മാൻ ഓഫ് യുണീക്നെസ് എന്ന് പറയാനാണ് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കര രസമാണ് പുള്ളിന്റെ പെർഫോമൻസ് കാണാൻ. ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നതാണ്, ഭയങ്കര രസമാണ്. ഇനി കാമായിട്ട് പറയുന്ന ഡയലോഗ് ആണെങ്കിലും ചില ഡയലോഗ് ഡെലിവറിയിലൊക്കെ ഉള്ള ചില മോഡുലേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാത്തിലും ഒരേപോലത്തെ ക്യാരക്ടർ ചെയ്ത് കിട്ടുന്ന ഒരു ചടപ്പ് ചെറുതായിട്ട് വരുന്നില്ല എന്നുള്ളത് തോന്നുന്നത്. എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാമെന്ന് യാതൊരു ഇതും ഇല്ല. നിങ്ങൾക്ക് ഇപ്പോഴും അത് വളരെ ഫ്രഷ് ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. എന്തോ ഇതില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ എനിക്ക് അല്ല, പോലീസ് യൂണിഫോമിൽ നിന്ന് തുടക്കത്തിൽ ഫസ്റ്റ് കാണിച്ച സീനിൽ കടന്ന് അലറുന്നുണ്ടല്ലോ ഒരാളോട്, അത് കുറെ എണ്ണത്തിൽ കണ്ട പോലത്തെ ഒരു സാധനം ഫീൽ ചെയ്തു. ബട്ട് ക്യാരക്ടർ വൈസ് ഒരു പക്ഷെ, പിന്നെ വില്ലൻ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഒരു സാധനം ഒന്നും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും പുള്ളിന്റെ പെർഫോമൻസും പുള്ളിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാരണം നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യാറാണ് പൊതുവേ ഉള്ളത്. പക്ഷെ ഒരേ കാറ്റഗറിയിലുള്ള സാധനങ്ങൾ ചെയ്ത് കിട്ടുന്ന ഒരു മടുപ്പ് ഒരു പക്ഷെ വരുമോ എന്നൊരു തോന്നൽ മാത്രം ആണ് ഉള്ളത്. പിന്നെ ഇതിന്റെ കഥ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ, ഇപ്പൊ ഇതിനു മുമ്പ് ഒരു ഗ്ലിംസ് വന്നപ്പോഴും നമ്മൾ കണ്ട ആ കുട്ടീനോടുള്ള ഒരു സ്നേഹം,
അപ്പോൾ ഇതിൽ കാണിക്കുന്ന വൈഫ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്, വൈഫായിട്ട് കാണിക്കുന്നതിലെ നായിക, പുള്ളിക്കാരൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് നല്ല സിനിമകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ്. അപ്പോൾ ഇതിലും വളരെ നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും. പക്ഷെ മരണപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മരിച്ചതിന് ശേഷം കുഞ്ഞിനെ അമ്മയും അച്ഛനും ഞാനാണെന്നുള്ള രീതിയിൽ വളർത്തുന്ന വിക്രമിന്റെ ക്യാരക്ടർ, ആ കുട്ടീനെ സംരക്ഷിക്കാനും ഇതൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും പുള്ളി അടിക്ക് ഇറങ്ങണത്. അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്തായാലും ജസ്റ്റ് ഒരു ടീസർ കണ്ടിട്ട് നമുക്ക് അതൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ചെറിയ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഓവറോൾ ഇതെനിക്കൊരു ഭയങ്കര സംഭവം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്തരത്തിലുള്ള സിനിമകളാണ് കാത്തിരിക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും, ഇങ്ങനെ മാസ് സാധനങ്ങൾ കാണണ്ടേ. പിന്നെ ഈ വണ്ടി വന്ന് ഇങ്ങനെ കറങ്ങി ഇറങ്ങുന്നതും പറഞ്ഞല്ലോ, പുള്ളിന്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസും ഭയങ്കരമായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. വിക്രമിന്റെ അടുത്ത് പണ്ട് സാമി ഒക്കെ കണ്ട സമയത്ത് കിട്ടിയ പോലത്തെ ഒരു സിനിമ ഞാനത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ധൂളൊക്കെ ഭയങ്കര ഇപ്പോഴും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ക്യാരക്ടർ, അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ വിക്രം ചെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് രേഖപ്പെടുത്തും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കാണുന്നവരെ.